വാർത്തകൾ വിശദമായി നോക്കാം. നീറ്റ് ക്രമക്കേടിലെ വിദ്യാർത്ഥി രോഷത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡൽഹി പോലീസിന്റെ നരനായാട്ടിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെയാണ് ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിച്ചത്. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, എന്തായാലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംഭവവികാസങ്ങളാണ് നടന്നത് എന്ന് നമുക്കറിയാം. അതിനിടയിലാണ് ഇപ്പോൾ ഈ പരീക്ഷാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു മുഖം മിനുക്കൽ ഭാഗമായിട്ടാണോ? പ്രതിപക്ഷം എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്? സ്വാതി, തുടർച്ചയായ 6ാം ദിവസവും സഭ പ്രക്ഷുബ്ധമാണ്. കാരണം ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ശേഷമുള്ള ആദ്യം പാർലമെന്റ് സമ്മേളിക്കുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയ്ക്കെടുക്കുക, അതിനുശേഷം മറ്റ് അജണ്ടകളുമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. കാരണം ഡൽഹി പോലീസിൻ്റെ നടപടി, പെല്ലറ്റ് ഗൺ ഉപയോഗം, ഇതിലൊക്കെ തന്നെ അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറായിരുന്നില്ല. ലോക്സഭ പിന്നീട് 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് ബഹളത്തിനിടെയാണ് ഈ ബില്ല് അവതരണം നടത്തിയത്. ജിതേന്ദ്ര സിംഗ് ആണ് ബില്ല് അവതരിപ്പിച്ചത്. ഏതായാലും 10 മണിക്കൂർ ചർച്ച സർക്കാർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ സർക്കാരിൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. 2 മണിക്ക് സഭ സമ്മേളിച്ചാലും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം തന്നെയാണ് ഇന്ന് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ചട്ടം 267 പ്രകാരമുള്ള ചർച്ച എന്ന ആവശ്യത്തിൽ അവിടെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതിന് ഇതുവരെ ചെയർ തയ്യാറായിട്ടില്ല. മറിച്ച് ചർച്ചയാവാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ചട്ടം 267 പ്രകാരമുള്ള ചർച്ച വേണമെന്ന ആവശ്യം മല്ലികാർജ്ജുൻ ഖർഗെയും തിരിച്ചു ശിവ അടക്കമുള്ളവരും ഉന്നയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ ചോരപ്പുഴ ഒഴുകി എന്ന കാര്യം ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചു. ഒപ്പം തന്നെ പോലീസ് നടപടിയൊക്കെ തന്നെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. സന്തോഷ് കുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നടപടികൾ നിർത്തിവെക്കുന്നു എന്ന കാര്യം ചെയർ അറിയിക്കുകയും ചെയ്തത്. ഏതായാലും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാണ്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നുള്ളതാണ്. കാരണം ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അതിന് ഏതായാലും ഈ ഘട്ടത്തിൽ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. സ്വാതി.